പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ടേബിൾ മാറ്റ് കണ്ടോ? ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വന്ന ചെറിയ തുണി കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ദാ ഇതുപോലത്തെ പീസസ് എല്ലാം എടുത്തിട്ട് ഉണ്ടാക്കിയതാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ പഴയ ഷോൾ വെച്ചിട്ടൊരു ടേബിൾ മാറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കുറേ പേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ നമുക്ക് ഈ ടേബിൾ മാറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ബാക്കി വന്ന കുറച്ച് തുണികൾ ഇതുപോലെ ഒന്ന് ഒരുമിച്ച് വെക്കുന്നുണ്ട്. നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ പീസസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ ഒരുമിച്ച് വെച്ചതിന് ശേഷം ഞാൻ 3 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ലൈൻ വരച്ചെടുക്കുന്നുണ്ട്. അതുപോലെ താഴത്തോട്ടേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് 3 ഇഞ്ച് ലെങ്ത്തും വിഡ്ത്തും വരുന്ന രീതിയിൽ സ്ക്വയർ പീസസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് കുറേ പീസസ് ഒരുമിച്ച് കിട്ടും. ഈ ഒരു പീസിന് 3 ഇഞ്ച് ലെങ്ത്തും 3 ഇഞ്ച് വിഡ്ത്തുമാണ് വരുന്നത്. കണ്ടില്ലേ? ഇനി നമുക്ക് ഈ ഒരു പീസ് ഇതുപോലെ ഒന്ന് മടക്കണം. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഇതുപോലെ മടക്കിയിട്ട് ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാക്കി എടുക്കണം. നമ്മൾ കട്ട് ചെയ്ത എല്ലാ പീസസും അതുപോലെ ആക്കിയെടുക്കണം. നമുക്ക് ഇതുപോലെ മടക്കിയതിന് ശേഷം ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കത് പിന്നെയും ഓപ്പൺ ആവാണ്ട് നിന്നോളും. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരുപാട് കഷ്ണങ്ങൾ ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലാക്കിയിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു തുണിക്കഷ്ണം വേണം. അത് ഞാൻ ഇതുപോലെ 4ആയിട്ടൊന്ന് മടക്കിയിടുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിൽ 6 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിതുപോലെ 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ 12 ഇഞ്ച് ഡയമീറ്ററുള്ള സർക്കിൾ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ട് അളവ് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ 6 ഇഞ്ച് ഈ കോർണറിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് 12 ഇഞ്ച് ഡയമീറ്ററുള്ള ഒരു സർക്കിളാണ് കിട്ടുക. അപ്പോൾ ഞാനിത് സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഈ കഷ്ണങ്ങളെല്ലാം ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു റൗണ്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത പീസസ് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് വീണ്ടും ഇപ്പോൾ കാണിച്ച അതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സിലാണെങ്കിൽ ആദ്യം നമ്മൾ കട്ട് ചെയ്ത വലിയ സർക്കിളില്ലേ അതിൽ റൗണ്ട് നമുക്ക് കോമ്പസ് വെച്ച് വരച്ചിട്ട് അതിൻ്റെ മേലെ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇതേ രീതിയിൽ ഞാൻ ഒരു ലെയറും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? വേറൊരു കളർ ക്ലോത്തിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതേപോലെ കുറേ പീസസ് വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ ഇതാ ഇത്രയും പീസസ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ഭാഗം ഞാൻ ഫ്രീ ആക്കി വിട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് അളന്നിട്ട് 5 ഇഞ്ച് ഡയമീറ്റർ വരുന്ന സർക്കിളാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കോമ്പസ് വെച്ച് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തിട്ട് രണ്ടിൻ്റെയും നല്ല വശം ചേർത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ഭാഗം നമ്മൾ ഫ്രീ ആക്കി വിടണം, കാരണം ഇത് തിരിച്ചിട്ടിട്ട് നല്ല വശം പുറത്തേക്ക് എടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഇത്രയും ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഒന്ന് നിർത്തിയതിന് ശേഷം കുറച്ച് ഭാഗം ഫ്രീ ആക്കി വിടുന്നുണ്ട്. അതിനുശേഷം ഇത്രയും ഭാഗം ഫ്രീ ആക്കി വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ കട്ട് കൊടുക്കാം ഇവിടെ ഈ കാണുന്ന രീതിയിൽ. എന്നിട്ട് നമുക്കതൊന്ന് തിരിച്ചിട്ടിട്ട് നല്ല നീറ്റാക്കി എടുക്കുക. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ കുത്തി ഒന്ന് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ഈ ഒരു ചെറിയ ഓപ്പണിങ് കൊടുത്തില്ലേ, ആ ഒരു ഭാഗം ഇതാ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ജസ്റ്റ് അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ചിട്ട് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ ടേബിൾ മാറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പം ഇതുപോലെ ബാക്കി വരുന്ന തുണി കഷ്ണങ്ങളൊന്നും കളയാണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഫ്ലവേഴ്സ് എൻ്റെ മോള് ക്രേപ്പ് പേപ്പർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഭംഗിയായിട്ട് വീടൊക്കെ അലങ്കരിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.